മനസ്സിലായില്ല? സുജേഷ് എന്ന മഹാൻ, ഇദ്ദേഹമാണ് ഫേസ്ബുക്കിൽ ഞാൻ കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കില്ല, ഞാൻ കൊള്ളരുതാവത്താനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ആളാണ്. ഇയാൾ തന്നെ ആ മഹാൻ. എന്നെപ്പോലൊരു പ്രമുഖനെ കേട്ടാ ഒന്നും നല്ലതല്ല ഞാൻ തൽക്കാലം പ്രതികരിക്കുന്നത്. കാരണം ഞാൻ നിന്റെ നിലവാരത്തിലല്ല കേട്ടോ സുജേഷേ. മക്കളെ പോയിട്ട് അതിൽ നിന്ന് ഒരു 20,500 എടുത്തോണ്ട് വാ. 20,500. സുജേഷേ, അന്ന് ലോട്ടറി അടിച്ചപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഇവിടെ വന്നത് ഗുണ്ടായുസൊക്കെ കാണിച്ചു. ആ പൈസ ഞാൻ അന്ന് തന്നിരുന്നെങ്കിൽ ഞാൻ വീണ്ടും കുത്തുവാളയായിട്ട് ഇവിടെ അങ്ങനെ നിന്ന് കിടന്നേനെ. അതുകൊണ്ടാണ് ബുദ്ധിപൂർവ്വം ഞാനൊരു കളി കളിച്ചത്. ആ പൈസ കൊണ്ടുപോയി ഞാനൊരു ബിസിനസ് ചെയ്തു. ഇപ്പോൾ എൻ്റെ കയ്യിൽ പൈസ വന്നു. എനിക്ക് ഞാൻ വാങ്ങിയിട്ടുള്ള കടങ്ങളെല്ലാം ഏതാണ്ട് തീർന്നു. അതിൽ അവസാനത്തെ കണ്ണിയാണ് ഇയാൾ. ഇതും കൂടെ ഇല്ല മനുഷ്യൻ്റെ അവസ്ഥ അതാണ്. എല്ലാവർക്കും വലിയ അവസ്ഥ കേട്ടാ. ആ പൈസക്ക് ആവശ്യമുണ്ട്. നിന്റെ കടം ഇതോടെ നമ്മുടെ കടങ്ങളെല്ലാം തീരണം. വെട്ടിക്കോ, ആ ഡയറി എടുത്ത് കത്തിച്ചു കളഞ്ഞു. ഇനി മനസ്സിൽ വെച്ച് ഒരാളെ കുറിച്ച് ചീത്ത എഴുതി വെക്കാനൊക്കെ എല്ലാവർക്കും എളുപ്പമാണ്, നല്ലത് കണ്ടുപിടിക്കാനാ പാട്. അവസ്ഥയെ കുറിച്ചൊന്നും പറഞ്ഞില്ല. 20,500 ഉണ്ടല്ലോ. 20 നമ്മുടെ തമ്മിലുള്ള ഇടപാട്. പക്ഷെ 20,500 ഈ 500 എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നീ നെറ്റ് ചാർജ് ചെയ്തിട്ട് ഫേസ്ബുക്കിനകത്ത് എന്നെ കുറിച്ച് നല്ലത് പോസ്റ്റ് ചെയ്യും കേട്ടോ. അത് വേണം, എന്റെ ആവശ്യമാണ്. ഇതിന്റെ ഒരു ഫോട്ടോയോ നമുക്കിത് ലൈവ് എടുക്കാൻ പറ്റിയെങ്കിൽ നല്ലായിരുന്നു. ഇപ്പൊ തന്നെ വേണ്ട വെച്ചോ, നീ വെച്ചോ. ഇല്ല, പാലാക്കാരൻ ക്ലീറ്റോ എന്ന് പറയണത് ഒരു തന്തയ്ക്ക് പറഞ്ഞവനാ. ഓരോരുത്തരെയും പറ്റിച്ചിട്ടില്ല. ചെറിയ തക്കട തറിയുടെ പരിപാടികളൊക്കെ കാണിച്ച് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും. പക്ഷെ നെറുകേട് കാണിക്കൂല. ഒരുത്തന്റെ പൈസയും ക്ലീറ്റോയ്ക്ക് വേണ്ട കേട്ടാ. സംസാരം വേണ്ട. ഇനി പൊക്കോ പൊക്കോ പൊക്കോ. മതി. എന്തായിരുന്നു അവനന്ന്.